ഇന്നത്തെ കഥയമമയിൽ അക്ഷയ തൃതീയയുടെ കഥകളാണ് വിശദീകരിക്കുന്നത്. കേൾക്കാം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കഥയമമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഇന്ന് വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ 3-ാമത്തെ തിഥിയാണ്. ഇന്നേ ദിവസമാണ് ഭാരതീയർ അക്ഷയ തൃതീയയായി ആചരിക്കുന്നത്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ അക്ഷയ തൃതീയ ആശംസകൾ. അക്ഷയ തൃതീയ എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ ഭാരതീയരിൽ നിന്ന് വിഭിന്നമായി മലയാളികൾക്ക് പ്രത്യേകിച്ച് ഒരു വസ്തുവിലേക്കുള്ള ശ്രദ്ധ വളരെയധികം കൂടുന്നതായിട്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റൊന്നും തന്നെയല്ല, അക്ഷയ തൃതീയ ദിവസം സ്വർണ്ണാഭരണങ്ങൾ പോലുള്ള വിലപിടിപ്പുള്ള കാര്യങ്ങൾ സ്വന്താക്കുക എന്നുള്ളൊരു പ്രവണത വലിയ തരത്തിൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അക്ഷയ തൃതീയയുടെ മഹത്വം എന്തെന്ന് മനസ്സിലാക്കാതെയാണ് ഇത്തരത്തിലുള്ള പരസ്യങ്ങളുടെയും വ്യാപാര താല്പര്യങ്ങളുടെയും പുറകിൽ കേരളീയരുൾപ്പെടെയുള്ള വലിയൊരു വിഭാഗം ജനങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ അക്ഷയ തൃതീയയുടെ മഹത്വം എന്താണ് എന്ന് നമുക്ക് ലഘുവായിട്ടൊന്ന് പരിശോധിക്കാം. ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ വിശേഷിച്ച് കേരളീയരെ സംബന്ധിച്ചിടത്തോളം, അക്ഷയ തൃതീയ ഏറ്റവും ഔന്നത്യത്തിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള വിശേഷപ്പെട്ട ഒരവസരമാണ്. ഇത് കേവലം സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ടുള്ളൊരു ദിവസം മാത്രമല്ല. എന്താണ് യഥാർത്ഥത്തിലുള്ള അക്ഷയ തൃതീയയുടെ മഹാത്മ്യം? നിരവധിയായിട്ടുള്ള വിശേഷപ്പെട്ട അവസരങ്ങൾ നടന്ന ദിവസമായിട്ടാണ് അക്ഷയ തൃതീയയെ ഭാരതീയ സങ്കല്പത്തിൽ കണക്കാക്കുന്നത്. അതിലൊന്നാമത്തേത് അക്ഷയ ഫലം ഈ ദിവസം ഉണ്ടാവുന്നതാണ്. നമ്മൾ ചെയ്യുന്ന പുണ്യപ്രവർത്തികൾക്ക്, ദാനധർമ്മങ്ങൾക്ക് അക്ഷയമായിട്ടുള്ള ഫലം ലഭിക്കുന്നതാണ്. ഒരു ദാനം ചെയ്യുമ്പോഴും ഒരു സൽക്രമം ചെയ്യുമ്പോഴും ഒരു തരത്തിലുള്ള ഒരു തിരിച്ച് അതിൽ നിന്ന് എന്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നു എന്നുള്ളത് പരിഗണനാ വിഷയമല്ല. എങ്കിൽ പോലും നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് അക്ഷയമായിട്ടുള്ള ഫലം ഇന്നേ ദിവസം കിട്ടും എന്നുള്ളതാണ് അക്ഷയ തൃതീയയുടെ മഹാത്മ്യം. അതുകൊണ്ട് തന്നെ ഇന്നേ ദിവസം വ്യാപാര പരസ്യങ്ങളുടെ പുറകെ പോവാതെ സാധിക്കുന്ന അത്ര സൽക്കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. വിശേഷിച്ച് ദാനധർമ്മങ്ങൾ ചെയ്യുക. ഒന്നും ദാനം ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിലും ദാഹിക്കുന്ന ഒരാൾക്ക് വെള്ളമെങ്കിലും കൊടുത്താൽ മതി എന്നാണ് സങ്കല്പം. അങ്ങനെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾക്ക് അക്ഷയഫലം ഇന്നേ ദിവസം ഉണ്ടാവുമെന്ന് പറയപ്പെടുന്നു. 2, ഏതൊരു ശുഭകാര്യവും ചെയ്യാൻ ഏറ്റവും പറ്റിയ ദിവസമാണ് ഇന്ന്. ഒരു പുതിയ സംരംഭം തുടങ്ങാനോ, പുതിയൊരു വിദ്യ പഠിക്കാനോ, ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ജീവിതത്തിൽ പുതിയൊരു മാറ്റം വരുത്താനോ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഏറ്റവും അനുചിതമായിട്ടുള്ള ദിവസമാണ് ഇന്നേ ദിവസം, അക്ഷയ തൃതീയ ദിവസം. ഇനി പുരാണത്തിൽ ഈ ദിവസത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നിരവധി സന്ദർഭങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ഏറ്റവും പ്രധാനം ഇന്നേ ദിവസം ഭഗവാൻ നാരായണൻ്റെ പ്രധാനപ്പെട്ട 2 അവതാരങ്ങൾ സംഭവിച്ച ദിവസമായിട്ടാണ് കണക്കാക്കുക. ഒന്ന്, ഭഗവാൻ ശ്രീകൃഷ്ണസ്വാമിയായിട്ട് ദ്വാപരയുഗത്തിൽ ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ അംശത്തോടു കൂടി സാക്ഷാൽ ആദിശേഷനായിട്ടുള്ള അനന്തൻ ബലരാമസ്വാമിയായിട്ട് അവതരിച്ചത് ഈ അക്ഷയ തൃതീയ ദിവസം ആണ് എന്നാണ് സങ്കല്പം. അക്ഷയ തൃതീയ ബലരാമ ജയന്തിയാണ്. 2, കേരളീയരായിട്ടുള്ള മലയാളികളായിട്ടുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളം എന്ന് പറയുന്നത് ഭാർഗവ ക്ഷേത്രമാണ്, പരശുരാമൻ്റെ ഭൂമിയാണ്. അദ്ദേഹമാണ് കടലിൽ നിന്ന് ഈ പ്രദേശത്തെ വീണ്ടെടുത്തത്. അങ്ങനെയുള്ള ഭഗവാൻ നാരായണൻ്റെ തന്നെ അവതാരമായിട്ടുള്ള സാക്ഷാൽ പരശുരാമസ്വാമിയുടെയും അവതാരം ഉണ്ടായിട്ടുള്ളത് ഇതേ അക്ഷയ തൃതീയ ദിവസമാണ്. ശങ്കര ഭഗവത്പാദർ, കേരളത്തിൻ്റെ അഭിമാനമായിട്ടുള്ള അദ്വൈതത്തിൻ്റെ പാരമ്പര്യം കേരളത്തെയും ഭാരതത്തെയും പഠിപ്പിച്ച സാക്ഷാൽ ശങ്കര ഭഗവത്പാദർ കനകധാരാ സ്തോത്രം എന്ന് വിളിക്കപ്പെടുന്ന വിശേഷപ്പെട്ടൊരു സ്തോത്രം രചിച്ചത് ഇന്നേ ദിവസമാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു. 2, മഹാഭാരത രചന തുടങ്ങിയത് ഇന്നേ ദിവസമാണെന്നുള്ളതാണ് അക്ഷയ തൃതീയയുടെ ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകത. സാക്ഷാൽ വേദവ്യാസ മഹർഷിയും മഹാഗണപതി ഭഗവാനും ചേർന്നിരുന്നുകൊണ്ട് ജയം എന്ന് വിളിപ്പേരുള്ള മഹാഭാരതത്തിന്റെ രചന തുടങ്ങിയത് ഇന്നേ ദിവസമാണ് എന്നാണ് സങ്കല്പം. ഭഗീരഥന്റെ പ്രയത്നപ്രകാരം സാക്ഷാൽ ഗംഗാദേവി ഭൂമിയിലേക്ക് അവതരിച്ചത്, ഗംഗാവതരണം ഉണ്ടായതും ഇന്നേ ദിവസമാണ് എന്നാണ് സങ്കല്പം. നോക്കൂ, എത്രയെത്ര വിശേഷപ്പെട്ട അവസരങ്ങളാണ് ഒരേ മുഹൂർത്തത്തിൽ സംഭവിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ദിവസം നമുക്ക് ആരെയൊക്കെ സ്മരിക്കാനുള്ള ഒരു ഭാഗ്യമാണ് ലഭിക്കുന്നത്. നാരായണന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവതാരങ്ങളായിട്ടുള്ള പരശുരാമസ്വാമിയെ, ഗുരുവായൂരപ്പന്റെ സ്വന്തം ഏട്ടനായിട്ടുള്ള സാക്ഷാൽ ബലരാമസ്വാമിയെ, കേരളത്തിന്റെ സ്വന്തം ആധ്യാത്മിക ആചാര്യൻ സാക്ഷാൽ ശങ്കര ഭഗവത്പാദരെ,
ഗംഗാദേവിയെ, മഹാഭാരതത്തെ, വേദവ്യാസ മഹർഷിയെ, ഇവരെ പോലുള്ള പുണ്യാത്മാക്കളെയൊക്കെ സ്മരിക്കേണ്ട ഒരു ദിവസം നമ്മൾ കേവലം കച്ചവട താല്പര്യങ്ങൾക്ക് പുറകിൽ പോയി ഇന്നേ ദിവസം സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത് മാത്രമാണ് വൈശിഷ്യം എന്ന തരത്തിൽ അക്ഷയ തൃതീയയെ ചെറുതാക്കി കാണുന്ന തരത്തിലേക്ക് നമ്മുടെ സമൂഹം ഒരിക്കലും വളർന്നു വന്നുകൂടാ എന്നുള്ളതാണ് എളിയ അഭിപ്രായം. ഇന്ന് സാധിക്കുന്നത്ര സൽക്കർമ്മങ്ങൾ ചെയ്യുക, സാധിക്കുന്നത്ര ബലരാമസ്വാമിയെ പൂജിക്കുക, സാധിക്കുന്നത്ര സാക്ഷാൽ പരശുരാമസ്വാമിയെ പൂജിക്കുക, പുണ്യഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുക, ദാഹിക്കുന്ന ആളുകൾക്ക്, വിശക്കുന്ന ആളുകൾക്ക് ഭക്ഷണവും ജലവും ദാനമായിട്ട് ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്ന പുണ്യപ്രവർത്തികളുടെ ഫലം അക്ഷയമായി നിലനിൽക്കും എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇന്നേ ദിവസത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് ഇന്നേ ദിവസം മുതൽ ഇനി വരുന്ന അക്ഷയ തൃതീയ കാലഘട്ടങ്ങൾ ഉൾപ്പെടെ ഒരിക്കലും കച്ചവട താല്പര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു ആചരണത്തിൽ നിന്ന് മാറി യഥാർത്ഥത്തിൽ അക്ഷയ തൃതീയയുടെ ആധ്യാത്മികമായിട്ടുള്ള പാരമ്പര്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെല്ലാവരും സ്വയം ആചരിക്കാനും നമുക്ക് ശേഷം വരുന്ന തലമുറയെ അക്ഷയ തൃതീയയുടെ യഥാർത്ഥത്തിലുള്ള മാഹാത്മ്യം പഠിപ്പിച്ചു കൊടുക്കാനും നമുക്ക് സാധിക്കണം. ഇല്ലെങ്കിൽ കേവലം ആചരണങ്ങളിൽ പെട്ട് മാത്രം വളരുന്നൊരു തലമുറയായി പുതിയ തലമുറയെ നമുക്ക് വാർത്തെടുക്കേണ്ട അവസ്ഥ വരും. അതൊരിക്കലും സംഭവിക്കാൻ പാടില്ല. നമ്മുടെ പുതിയ തലമുറയിലുള്ള കുട്ടികൾ എന്താണ് ഓരോ ആചരണത്തിനും പുറകിലുള്ള പൗരാണികമായിട്ടുള്ള അല്ലെങ്കിൽ വേദപാരമ്പര്യ പ്രകാരമുള്ള യഥാർത്ഥത്തിലുള്ള കാര്യം എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം വളരാൻ എന്നുള്ളത് ഇന്നത്തെ കാലഘട്ടം ഏറെ ആവശ്യപ്പെടുന്ന ഒന്നാണ്. അതുകൊണ്ട് അക്ഷയ തൃതീയയുടെ ഈ മാഹാത്മ്യം മനസ്സിലാക്കിക്കൊണ്ട് ബലരാമസ്വാമിയും പരശുരാമസ്വാമിയും ഒക്കെ നമസ്കരിച്ചുകൊണ്ട് ശങ്കര ഭഗവത്പാദരെ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഈ അക്ഷയ തൃതീയ ദിവസം സമുചിതമായിട്ട് ആചരിക്കാം. എല്ലാവരെയും ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ. മറ്റൊരു അധ്യായത്തിൽ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്തേ.